റെഡി 1 2 3. ഇന്ന് സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി പിടിച്ചാലെന്ന് കുഞ്ഞിപ്പോണ്ട് ചോദിച്ചപ്പോൾ കുഞ്ഞിപ്പോ പറഞ്ഞു നമുക്ക് നട്ടപ്പാടി പിടിച്ചാലോ. തൽക്കാലത്തിന് 500 രൂപേൻ്റെ പെട്രോൾ അടിച്ച് ഞങ്ങൾ കയറി. നമ്മളെ വണ്ടി കൊടുക്കണ അസുറ കേട്ടോ. പോണ പോക്കിൽ മോരും വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് ചവിട്ടി. നമ്മുടെ കൂടെ കുഞ്ഞിപ്പൂൻ്റെ നാട്ടിലത്തെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഈ ചുരം കയറുമ്പോൾ അതിന് പ്രത്യേക ഫീലാണ്. ഇവിടെ നിന്നാണ്ട് നമുക്ക് ഒരുപാട് കാണാനുണ്ടെന്ന് ആരും നമ്മളോട് ഇങ്ങനെ പറയും പോലെ. ചുരത്തുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ വന്ന വഴികളൊക്കെ വ്യക്തമായി കാണാം. അങ്ങനെ അവിടെ കളിയും ചിരിയും ഐസ്ക്രീമും കാറ്റും ഒക്കെ ആയിട്ട് കുറച്ചേരം അവിടെ നിന്നു. എന്തൊക്കെ പറഞ്ഞാലും നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം നമുക്കുണ്ടെങ്കിലും അതിനുള്ള സാഹചര്യം ഒരുക്കി തരുന്നതാണ് കുഞ്ഞിപ്പൂ. അപ്പൊ നമ്മൾ പോണത് ഇപ്പോൾ നല്ല സിംഗും സോളയൂർ അല്ലേ. എന്താ ഞാൻ പറയാം, അതിമനോഹരമായ സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്കും അറിയാത്ത സ്ഥലങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടാണ് പോണത്. സത്യം പറഞ്ഞാൽ ചിരിച്ചിരിച്ച് വയറ് കൊളുത്തി. ഓരോ യാത്രയിലും ഓരോ അനുഭവങ്ങളാണ് നമുക്ക്. ചൂടുള്ള പരിപ്പാണ്ടാ പയമ്പൂരി ഉണ്ടാ എന്നാ മതി. നാട്ടിൽ നിന്ന് പയമ്പൂര് കാണാത്ത മാതിരിയാണ് നമ്മളെ കാട്ടിക്കൂട്ടൽ. പിന്നെ സ്വാഭാവികമായിട്ട് യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും വിശപ്പുണ്ടാവും. അവിടെ എത്തിയപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥയേ അല്ല, തണുത്ത കാറ്റുണ്ട്. ഒരുമിച്ച് ഒരു വണ്ടിയിൽ വരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ മനസ്സിലുണ്ടായ സങ്കടവും ഫീലിങ്സൊക്കെ ഇവരെ കൂടെ കൂടിയപ്പോൾ എങ്ങോട്ടോ പോയി. ഇതിൽ സൈനുദ്ദീൻ പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട്. അവൻ്റെ കോമഡി ഒന്നും ഒരു രക്ഷയില്ല. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.